Welcome to the session. We are discussing about database management system. In that, we are going to discuss about the next topic, which is structural constraints of relationship in AR model. So, structural constraints within the context of entity relationship modeling specify and determine how the entities take part in the relationship and gives an outline of how the interaction between the entities can be designed in a database. സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻറ്റിറ്റീസ് എങ്ങനെയൊക്കെ ഒരു ഡാറ്റ റിലേഷൻഷിപ്പിൽ എങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു എങ്ങനെയൊക്കെയാണ് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡാറ്റാബേസിൽ നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഓരോ ഇന്ററാക്ഷനിൽ നമുക്ക് എങ്ങനെയൊക്കെ ഡാറ്റാബേസ് ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺസ്ട്രെയിന്റ് ആണ് എന്ത് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. Two primary types of constraints are cardinality and participation. രണ്ട് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് കാർഡിനാലിറ്റി, രണ്ടാമത്തത് പാർട്ടിസിപ്പേഷൻ. സ്പെസിഫൈങ് ദ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ഇൻ എ റിലേഷൻഷിപ്പ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈങ് ദ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ഇൻ എ റിലേഷൻഷിപ്പ്, ആൻഡ് പാർട്ടിസിപ്പേഷൻ വെദർ ഓൾ ദ സം എൻറ്റിറ്റി ആർ ഇൻവോൾവ് ഇൻ ദ റിലേഷൻഷിപ്പ്. രണ്ട് കേസസ് ആണ് നോക്കുന്നത്, ഒന്ന് കാർഡിനാലിറ്റി, രണ്ടാമത് പാർട്ടിസിപ്പേഷൻ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. Cardinality is defined as 1 to 1, 1 to many, many to many, while participating can be total or partial. Cardinality is 1 to 1, 1 to many, many to many, many to 1, ഇങ്ങനെയുള്ള ഒക്കെ കാർഡിനാലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ പാർട്ടിസിപ്പേഷന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. ഒന്ന് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, രണ്ടാമത്തത് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. Cardinality ratios and participation constraints taken together are called structural constraints. ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണെന്ത് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. The structural constraints are represented by min-max notation. Structural constraints നമ്മൾ represent ചെയ്യുന്നത് min-max notation യൂസ് ചെയ്തിട്ടാണ്. This is a pair of mn that appears on the connecting line between the entities and their relationship. നമ്മൾ റിലേഷൻഷിപ്പ് എൻറ്റിറ്റീസിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു mn എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഈ ഒരു min-max notation കൊടുക്കുന്നുണ്ടാവുക. The minimum number of entity can appear in a relation is represented by m. Okay, minimum number of times ഒരു എൻറ്റിറ്റിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന മിനിമം നമ്പർ ഓഫ് ടൈംസ് നമ്മൾ m വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. The maximum time it is available is denoted by n. നമുക്ക് മാക്സിമം എത്രത്തോളം ടൈം അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് എന്താണ് എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ യൂസ് ചെയ്തിട്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. If m is 0 signifies the entity is participating in a relationship partially. ഇപ്പൊ m എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിച്ചോ, പാർട്ടിസിപ്പേഷൻ ഈസ് m is 0 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്തായിരിക്കും, എന്ത് ചെയ്യും, അതിലുള്ള പാർട്ടിസിപ്പേഷൻ എന്തായിരിക്കും, പാർഷ്യൽ ആയിരിക്കും. If m is either greater than or equal to 1, ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 1 ആവാം അല്ലെങ്കിൽ ഈക്വൽ ടു 1 ആവാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർഡിനാലിറ്റി ആണ്. സോ കാർഡിനാലിറ്റി ഇൻ ER മോഡൽ. The maximum number of times an entity of an entity set participate in a relationship set is known as cardinality. മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഒരു എൻറ്റിറ്റി സെറ്റിനുള്ളിലുള്ള ഒരു എൻറ്റിറ്റി റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഒരു എൻറ്റിറ്റി സെറ്റിനുള്ളിലുള്ള ഒരു എൻറ്റിറ്റി മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. കാർഡിനാലിറ്റി മെയിൻലി 4 ടൈപ്സ് ആണുള്ളത്. 1 to 1, 1 to many, many to many and many to 1. സോ കാർഡിനാലിറ്റി ഇൻ ER മോഡൽ, അതിൽ നമ്മൾ ഫസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1 to 1. When each entity in each entity set can take part only one in the relationship.
when each entity set can take part only once in the relationship. നമ്മളൊരു എൻറ്റിറ്റി സെറ്റിനുള്ളിലുള്ള ഓരോ എൻറ്റിറ്റീസും ഒരു റിലേഷൻഷിപ്പിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? 1-to-1 എന്ന് പറയും. The cardinality is 1-to-1. Let us assume a male can marry a female. Okay. And female can marry only one male. So the relationship will be 1-to-1. ഒരു മെയിലിന് എന്താണ്, ഒരു ഫീമെയിലിനെ മാത്രമേ മാരി ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു മെയിലിന് എന്താണ്, ഫീമെയിലിന് എന്താണ്, ഒരു മെയിലിനെ മാത്രമേ മാരി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളൊരു കൺസെപ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെന്താണ് പറയുക? 1-to-1 റിലേഷൻഷിപ്പ് എന്നാണ് പറയുക. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ER മോഡൽ കൊടുത്തിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് സർജൻ, ഹെഡഡ്, HOD. ഓക്കെ, ഇവിടെ സർജൻ എന്ന് പറഞ്ഞിട്ട് അവിടെ മേലെ ഒരു 1 കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സർജൻ എന്താണ്, ഈസ് ഹെഡഡ് ബൈ ഒരു HOD ആയിരിക്കും ഇതിനെ ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ വന്നിട്ട് എന്താണ്, 1-to-1 റിലേഷൻഷിപ്പ് ആണ്. അത് നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് 2 സെറ്റ്സ്, അതൊരു എൻറ്റിറ്റി സെറ്റ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. എൻറ്റിറ്റി സെറ്റ്സ് A1, A2, A3, A4. അതെന്താണ്, ഓരോ എൻറ്റിറ്റീസും ഒരു എൻറ്റിറ്റി വേറൊരു എൻറ്റിറ്റി സെറ്റ് ആയിട്ട് ഓരോന്നാണ് എന്ത് ചെയ്ത് മാച്ച് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് എന്ത് പറയാ? 1-to-1 എന്ന് പറയുന്നത്. Next is 1-to-many. In 1-to-many mapping, as well as where each entity can be related to more than one entity. ഓരോ എൻറ്റിറ്റിക്കും എന്താണ്, മോർ ദാൻ 1 എൻറ്റിറ്റീസുമായിട്ട് റിലേറ്റഡ് ആവാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? 1-to-many എന്ന് പറയുന്നത്. In 1-to-many mapping, as well as which each entity can be related to more than one entity. ഒന്നിലധികം എൻറ്റിറ്റീസിനോട് എന്ത് ചെയ്യാം? ഇതിന് മാപ്പ് ചെയ്ത് പോവാം. അതാണ് 1-to-many. Let us assume that one surgeon department can accommodate many doctors, so the cardinality will be 1. നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ പോവാണ്, ഒരു സർജൻ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവാം. സോ ദ കാർഡിനാലിറ്റി വിൽ ബി 1. ഒരു സർജൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഒന്ന് മാത്രമേ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ്, ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ടാവും. അതാണ് എന്ത്, 1-to-many. ഫോർ എക്സാമ്പിൾ, ഇവിടെ എൻറ്റിറ്റി സെറ്റ് കൊടുത്തിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. A, B എന്ന് പറഞ്ഞിട്ടുള്ള 2 സെറ്റ്സ്. ഓക്കെ, അതിൽ എയിലാണ് എന്ത് ചെയ്തത്, എയിലുള്ള A1, B1 അതൊരു 1-to-1 മാപ്പിംഗ് ആണ്. അത് മാത്രം നോക്കുകയാണെങ്കിൽ 1-to-1 ആണ്. പക്ഷെ ഇവിടെ A2, B2, B3, ഈ A2 എന്ന് പറഞ്ഞ സർജൻ ഡിപ്പാർട്ട്മെന്റില് A2 എന്ന് പറഞ്ഞ എൻറ്റിറ്റി എന്താണ്, B2 എന്ന് പറഞ്ഞിട്ടുള്ള ഇതുമായിട്ടും റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ B3 ആയിട്ടും റിലേറ്റഡ് ആണ്. അപ്പൊ എന്താണ്, 1 എൻറ്റിറ്റി എന്ത് ചെയ്തു, 2 സ്ഥലത്ത് 2 എൻറ്റിറ്റി ആയിട്ട് എന്ത് ചെയ്തു, റിലേറ്റ് ആയി. അതുകൊണ്ട് എന്താണ്, ഇതൊരു 1-to-many റിലേഷൻഷിപ്പ് ആണ്. Next is many-to-one. When entities in one entity set can participate in only one in the relationship. ഒരുപാട് എൻറ്റിറ്റീസിന് എന്താണ്, ഏതെങ്കിലും ഒരു എൻറ്റിറ്റി സെറ്റിൽ മാത്രം എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഇതിനെയാണെന്ന് പറയാ many-to-one എന്ന് പറയുന്നത്. Entities in other entity sets can take part more than once in the relationship. Cardinality may be many-to-one. Let us assume that the student can take only one course, but one course can selected by many students. Okay, let us assume ഒരു സ്റ്റുഡന്റിന് എന്താണ്, ഒരു കോഴ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരുപാട് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, മെനി കോഴ്സസ് എടുക്കാൻ പറ്റും. One course can be selected by many students. ഒരൊറ്റ കോഴ്സ് എന്ത് ചെയ്യാം, ഒരുപാട് സ്റ്റുഡൻസ് എടുക്കാം. അതെന്താണ്, many-to-one റിലേഷൻഷിപ്പ് ആയിട്ടാണ് വരിക. So the cardinality will be n-to-1. So it means for that one course can be n students, but for one student there will be one course. Okay, ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, കോഴ്സ് enrolled in students. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, ഒരേ കോഴ്സ് ഓപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കോഴ്സ് തന്നെ എന്ത് ചെയ്യാം, ഒരുപാട് സ്റ്റുഡൻസിന് മാപ്പ് ചെയ്ത് പോവാം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, many-to-one
1 എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു സർജന്റെ കേസ് എടുക്കുകയാണ്. നിങ്ങളൊരു നന്നായിട്ട് സർജറി ചെയ്യുന്ന ഒരു ഡോക്ടർ. അപ്പൊ മൾട്ടിപ്പിൾ സർജറീസ് ചെയ്യും ആ ഡോക്ടർ ചെയ്യും. കൺ ബി ഡൺ ബൈ എ സിംഗിൾ സർജൻ. മൾട്ടിപ്പിൾ സർജറീസ് ചെയ്യാൻ ഒരു സിംഗിൾ സർജനെ ഉപയോഗിക്കാം. നമ്മൾ എപ്പോഴും ഒരു എക്സാം റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ആ കൺസെപ്റ്റ് എന്താണ് എഴുതുന്നതിന്റെ കൂടെ എപ്പോഴും എക്സാമ്പിൾസ് കൊടുക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. Last one is many to many. When entities of all entities set can take part more than once in the relationship, cardinality is many to many. എന്താണ് ഒരു രണ്ട് എൻറ്റിറ്റി സെറ്റ്സ് ഉണ്ട്. അതിലെന്താണ് രണ്ടുപേർക്കും എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആ റിലേഷൻഷിപ്പിൽ എത്ര തവണ വേണമെങ്കിലും രണ്ട് എൻറ്റിറ്റി സെറ്റ്സിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയാം മെനി ടു മെനി എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും. Let us assume that a student can take more than one course and one course can take many students. ഒരു സ്റ്റുഡന്റിന് എന്താണ് ഒരൊറ്റ മോർ ദാൻ വൺ കോഴ്സ്. ഒരു സ്റ്റുഡന്റിന് എന്ത് ചെയ്യാം ഒരുപാട് കോഴ്സസും എടുക്കാം. അതേപോലെ തന്നെ എന്താണ് ഒരു കോഴ്സ് എന്ത് ചെയ്യാം ഒരുപാട് ആൾക്കാർക്കും ഒരുപാട് സ്റ്റുഡൻസിനും എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു മിനി ടു മിനി റിലേഷൻഷിപ്പ് ആണ്. സോ ദ റിലേഷൻഷിപ്പ് വിൽ ബി മിനി ടു മിനി. എംപ്ലോയി വർക്ക്സ് ഓൺ പ്രോജക്ട്സ്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. അയാൾക്ക് എന്ത് ചെയ്യാം പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാം. ഇതെന്താണ് ഒരു മിനി ടു മിനി റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, മിനി ടു മിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1 to 1, 1 to many, many to 1 and many to many. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലാസ്സിൽ വന്നിട്ട് ക്ലിയർ ചെയ്യാം. ഇതിൽ പറയാം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ആണ്. അതിൽ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാർഡിനാലിറ്റി കൺസ്ട്രെയിൻസ് എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞു. 1 to 1, 1 to many, many to 1 and many to many. Next one is we are going to discuss about the participation constraint. A participation constraint is applied to the entity participating in a relationship set. ഒരു പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിന്റ് നമ്മൾ കൊടുക്കപ്പോഴാണ് ഒരു അപ്ലൈ ടു ദ എൻറ്റിറ്റി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യും ഒരു പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിൽ രണ്ട് ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് ആണ് ഉള്ളത്. ഒന്ന് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, രണ്ടാമത് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. സോ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, each entity in the entity set must participate in the relationship. ഓരോ എൻറ്റിറ്റിയും ഒരു റിലേഷൻഷിപ്പിലുള്ള ഓരോ എൻറ്റിറ്റിയും എന്ത് ചെയ്യണം must participate in the relationship. ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. മസ്റ്റ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതാണ് എന്ത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. ഇഫ് ഈ സ്റ്റുഡന്റ് മസ്റ്റ് എൻറോൾ ഇൻ എ കോഴ്സ്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഓരോ സ്റ്റുഡന്റും എന്ത് ചെയ്യണം ഒരു കോഴ്സിൽ എന്ത് ചെയ്യണം ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യണം എൻറോൾ ചെയ്യണം. The participation of students will be total. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്ടിസിപ്പേഷൻ എന്തായിരിക്കും ടോട്ടൽ ആയിരിക്കും. Total participation is shown by double line in ER diagram. ER diagram നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്താണ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഡബിൾ ആയിട്ടാണ് നമ്മൾ കാണിക്കുക. നെക്സ്റ്റ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. An entity in the entity set may or may not participate in the relationship. ഒരു entity സെറ്റിൽ എന്ത് ചെയ്യാം ചിലപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ചിലപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്താ പറയാ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. If some courses are not enrolled by any of the students. ചില കോഴ്സസ് എന്ത് ചെയ്യാം ചില സ്റ്റുഡൻസ് ആരും എടുക്കണമെന്നില്ല. അങ്ങനെയുള്ളത് എന്തായിരിക്കാം ദ പാർട്ടിസിപ്പേഷൻ വിൽ ബി പാർഷ്യൽ. അങ്ങനെയാകുന്ന സമയത്ത് എന്താണ് ആ പാർട്ടിസിപ്പേഷൻ എന്താണ് പാർഷ്യൽ ആയിരിക്കും. സ്റ്റുഡന്റ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡന്റ് എം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ള എം എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണ്. ഇവിടെ എൻ എന്ന് കൊടുത്ത സൈഡിൽ എന്താണ് അതൊരു എന്ന് പറഞ്ഞത് എന്താണ് ഒരു പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണ്. താങ്ക് യു.